സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതും കേട്ടതും എല്ലാം സ്വർഗരാജ്യത്തെ കുറിച്ചായിരുന്നു. സ്വർഗരാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ കുറിച്ച് നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും സ്നേഹിക്കുന്ന പിതാവിനെ കുറിച്ചാണ്. അവിടെ സ്നേഹിക്കുന്ന പിതാവ് ഭരണം നടത്തുന്ന ഇടമാണെന്നും ആ പിതാവിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുകയാണ്: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഈശോ പറയുന്ന കാര്യമാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഇന്ന് മുഴുവനും നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് നാം ആഴത്തിൽ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നത്. ആ ദൈവം നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ദൈവമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വിശുദ്ധ ബൈബിളിലൂടെ, സഭാ പഠനങ്ങളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം വളരെ വ്യക്തിപരമാണ്. വ്യവസ്ഥകളിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിലാണ്. വ്യക്തിപരമായിട്ട് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ വ്യക്തിപരമായിട്ട് നിരന്തരം അനുനിമിഷം സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മളിപ്പോ ഈ ഓൺലൈൻ മീറ്റിംഗിൽ ആയിരിക്കുന്ന നമ്മുടെ ആരുടെയും തമ്പ് ഇംപ്രഷൻ ഒരുപോലെയല്ല, കണ്ണിന്റെ റെറ്റിന ഒരുപോലെയല്ല. ഈ രണ്ട് മാർക്കുമാണ് നമ്മൾ ഐഡന്റിറ്റി മാർക്കായിട്ട് നമ്മൾ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ലോകത്ത് ജനിച്ചു വളർന്ന ആരുടെയും റെറ്റിനയുടെ മാർക്കും തമ്പിന്റെ ഇംപ്രഷനും ഒരുപോലെയല്ല. അത്രയും ചെറിയ സ്ഥലത്ത് യുണീക്കായിട്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ വ്യക്തിപരമായിട്ടാണ് ദൈവം സ്നേഹിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് പങ്കുവെച്ച് വളരണമെന്നാണ് ദൈവത്തിന്റെ വലിയ ആഗ്രഹം. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, 2000 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയതുപോലെയാണ് ഞാൻ ജീവിച്ചു പോയത്. എന്നാൽ 2000-ന് മുമ്പ് ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിച്ച് എന്നും ദേവാലയത്തിൽ പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ 1999 എനിക്ക് പറ്റിയൊരു ആക്സിഡന്റ് പിന്നീട് എന്നെ ദൈവത്തിൽ അകറ്റുകയും 2013 വരെ തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. 2013 വലിയൊരു വീഴ്ചയിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. കാരണം ആ വീഴ്ചയിൽ എന്റെ ഭാര്യ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ദൈവമുണ്ട്, നമുക്ക് ദൈവം സഹായമായിട്ടുണ്ട്, ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റും, നമുക്കൊരു ധ്യാനത്തിന് കടന്നു പോകാം എന്ന് പറഞ്ഞു. അവിടെ ഞാൻ പറയുകയാണ്, ഞാനും അവളോട് പറഞ്ഞു നമുക്ക് ധ്യാനത്തിന്. ആ ധ്യാനത്തിൽ വെച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് കുറെയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കൃപ കർത്താവ് എനിക്ക് നൽകി. മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാനാവുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ഏഷ്യ 49:15 ദൈവം പറയുന്നതാണ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാനാവുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്നേഹം. ഒരു പെറ്റമ്മയ്ക്കും തന്റെ കുഞ്ഞിനെ മറക്കാനാവില്ല. ഉപേക്ഷിക്കാനാകും, കൊന്നുകളയാനൊക്കെ ആകും. നാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും പത്രത്തിലൂടെയൊക്കെ കാണുന്നതൊക്കെയാ പലപ്പോഴും. എന്നാൽ ഒരു അമ്മയ്ക്കും തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ആ കുഞ്ഞിനെ, 9 മാസം താൻ ചുമന്ന ആ കുഞ്ഞിനെ ഒരിക്കലും മറക്കാനാവുകയില്ല. ദൈവം പറയുകയാണ്, ആ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കാരണം നീ എന്റെ ഹൃദയത്തിലാണ് രൂപപ്പെട്ടത്. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ നീ എന്നിൽ രൂപപ്പെട്ടതാണ് എന്ന് ദൈവമായി കർത്താവ് പറയുകയാണ്. അത്രയേറെ നമ്മളെ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ദൈവം. ഞാൻ എന്റെ വീഴ്ചയിലൂടെ കടന്നു പോയപ്പോഴും, ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ അകന്നു പോയപ്പോഴും, ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അവനെ മാറോടണച്ച് സ്നേഹിച്ച ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവം എന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് എനിക്ക് അറിയാൻ സാധിച്ചു. പിന്നീട് മുന്നോട്ട് എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന സമയത്ത് എനിക്കൊരു ഭവനമില്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ 7ാമത്തെ കുഞ്ഞിനെ ഭാര്യ ഗർഭിണിയായിട്ടാണ് ഇരിക്കുന്നത്. 4 മക്കളുള്ള സമയത്താണ് എനിക്ക് ഭവനം ഉണ്ടായത്. എനിക്ക് ഭവനമില്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, മത്തായി സുവിശേഷം 6:33 ദൈവമായ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാനുള്ള കൃപ കർത്താവ് നൽകിയപ്പോൾ, ഫുൾ ടൈം ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഒരു വിളി വിളിച്ചപ്പോൾ ഞാൻ ഓർക്കും, അതിനൊരു വിളി വിളിച്ചത് തന്നെ 2014-15 ഈ പവർ ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ മിനിസ്ട്രി ഡിവൈനിൽ വെച്ച് നടത്തിയ വലിയ പ്രോഗ്രാം, അതിൽ വോളണ്ടിയർ ആയിട്ടാണ് ഞാൻ പങ്കെടുക്കാൻ പോയതല്ല, വോളണ്ടിയർ ആയിട്ട് ശുശ്രൂഷ ചെയ്യാൻ പോയതാ. 2015 വെച്ച് നടന്ന പവർ ഇവാഞ്ചലൈസേഷനിൽ ശുശ്രൂഷയുടെ ഇടയ്ക്ക് നായിക്കാൻ മറുമലച്ഛൻ 1/2 മണിക്കൂർ ടോക്കിനിടയ്ക്ക് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ വേദിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, 1500-1600ഓളം പേർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാ. അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു മകനെ ദൈവം
വചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അതിനൊരു അടയാളമുണ്ട്. അവന്റെ ഷോൾഡർ വളരെ വേദന എടുക്കുന്നു. ദൈവമായ കർത്താവ് അവന്റെ ഷോൾഡറിൽ കരം വെച്ച് അവനെ അഭിഷേകം ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് ആ അച്ഛൻ വിളിച്ച് അത് പറയാം. നായിക്കമ്പറമ്പിൽ ബഹുമാനയുടെ നായിക്കമ്പറച്ചൻ അത് പറയുന്നതിന് 5 മിനിറ്റ് മുമ്പ് തുടങ്ങി എന്റെ ഷോൾഡർ വേദന എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അടുത്തിരുന്ന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്റെ ഷോൾഡർ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട്, ഞാൻ ഇരുന്നോട്ടെ വെച്ചപ്പോ ആ ചേട്ടൻ ഒരു കസേര നീക്കിയിട്ട് എനിക്ക് തന്നു. അതുവരെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് കേട്ട ആ ചേട്ടൻ എന്നോട് പറയുകയാണ്, മകനെ നിന്നെ വിളിക്കുന്നേ, നിന്റെ ഷോൾഡറിലെ വേദന എടുക്കുന്നത്, അതുകൊണ്ട് നിന്നെയാണ് ദൈവം അടയാളം പറഞ്ഞു വിളിക്കുന്നത്, നിന്നെ വചനം പ്രഘോഷിക്കാൻ ദൈവം വിളിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ അനേകരോട് ദൈവത്തിന് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഈ ദൈവം എന്നെ വിളിച്ച് വ്യക്തിപരമായിട്ട് വിളിച്ചതിന്റെ അനുഭവം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ആ ദൈവം എന്നെ പേര് ചൊല്ലി അടയാളം പറഞ്ഞ് എന്നെ വിളിക്കുകയായിരുന്നു. എന്റെ ദൈവമായ കർത്താവ് പറയാണ്, നിന്റെ പേര് ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന്. എന്റെ പേര് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തുന്ന ദൈവത്തെ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുവാൻ, എന്റെ പേര് ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ട് തന്റെ മുഖത്തോട് എപ്പോഴും കാണാൻ സാധിക്കുന്ന ഉള്ളം കയ്യിൽ എന്റെ പേരും എന്റെ രൂപവും രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ ഇന്നും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ വീണ്ടും ഓർക്കുന്നുണ്ട്, എന്റെ ജീവിതത്തില് 4ാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഭവനം ലഭിച്ചു. ആ 4ാമത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയുടെ പിത്തസഞ്ചിയിൽ ഒരു കല്ല് വന്നിട്ട് ആള് വളരെയേറെ വേദനയോട് കടന്നു പോകുന്ന നാളുകളായിരുന്നു. കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല, വളഞ്ഞിരിക്കാനും വളഞ്ഞു കിടക്കാനും ഒക്കെ വളഞ്ഞു നിൽക്കാനും പറ്റുന്ന ഒരവസ്ഥ, അത്രയേറെ വേദനയായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും കടന്നു പോയപ്പോഴും അവരെല്ലാവരും പറഞ്ഞു 40,000 മുതൽ 60,000 75,000 രൂപയൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ പൈസ കിട്ടണം, പിത്തസഞ്ചി നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പൈസയൊന്നും ഇല്ലാത്ത സമയത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നീ ലിസി ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്ക്, അവിടെ ചിലപ്പോൾ പൈസ കുറവ് കിട്ടുകയേക്കാം എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാൻ നേരത്തെ ആ സുഹൃത്ത് തന്നെ, എന്റെ കയ്യിൽ പൈസ ഇല്ല എന്നറിയാവുന്ന ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ATM കാർഡ്, ആ സഹോദരന്റെ ഫെഡറൽ ബാങ്കിന്റെ ATM കാർഡ് എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിൽ 250 രൂപ എന്തോ ബാലൻസ് ഉള്ളൂ, അവിടെ എത്ര രൂപ ചെലവ് വന്നാലും അത് ദൈവമായ കർത്താവ് തരും, അത് ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ആ മകൻ എന്റെ കയ്യിൽ ആ കാർഡ് തന്നു. അന്ന് എന്റെ കയ്യിൽ ATM കാർഡ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ഞാനും എന്റെ ഭാര്യയും എന്റെ അമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് 5,500 രൂപ സ്കാനിങ്ങിനും 1,200 രൂപ ബ്ലഡ് ടെസ്റ്റിനുമായി. സ്വൈപ്പ് ചെയ്തപ്പോൾ 6,700 രൂപ കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും വ്യക്തിപരമായിട്ട് വസ്തുക്കളില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. സങ്കീർത്തനം 119 അതിന്റെ 71ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ സങ്കീർത്തനം പറയുന്നുണ്ട്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ എന്ന്. ഞാൻ ആ വചനം ഇങ്ങനെ പറയാൻ എന്റെ മനസ്സിലേക്ക് വരുന്ന ഇങ്ങനെ ചിന്തയാ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങളിലൂടെ അവിടുത്തെ സ്നേഹം എനിക്ക് അനുഭവിക്കാനും അഭ്യസിക്കാനും സാധിച്ചല്ലോ എന്ന്. കാരണം ആ ദൈവത്തിന്റെ സ്നേഹം എന്നെ പൊതിഞ്ഞു പിടിക്കുന്നതും എന്നെ മാറോട് ചേർക്കുന്നതും എനിക്ക് അവിടെ അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ ഇന്നോളം ഈ നിമിഷം ഇവിടെ ആയിരിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങളെല്ലാവരും ഷീച്ചേണ്ണും ഷിബിച്ചേണ്ണും ജോൺസണും ഒക്കെ ഞങ്ങൾ കുടുംബം ഒരുമിച്ച് ഈ വർഷം ഈ 2-3 ദിവസം മുമ്പാണ് ഞങ്ങൾ ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഭൗതിക ശരീരം കാണാനുള്ള 10 വർഷത്തിന് തുറന്നു വെച്ചപ്പോൾ ഞങ്ങൾ കാണാനായിട്ട് പോയി. ഞങ്ങൾ ആരും പ്രത്യേകിച്ച് വരുമാനമുള്ളവരൊന്നും അല്ല. ദൈവമായ കർത്താവ് തന്റെ കൃപയാൽ എല്ലാം നൽകിയത് കൊണ്ടാ. ഫിലിപ്പിയർക്ക് ലേഖനം 4:19 ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. ആ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹമായ ദൈവം ഞങ്ങൾക്ക് പോകാൻ ആവശ്യമായ സമ്പത്തും സാഹചര്യങ്ങളും എല്ലാം പലരുടെയും ഒരുക്കി. ഞങ്ങൾക്ക് ഗോവയിലുള്ള മിനി ചേച്ചി, ഇപ്പോൾ ചേച്ചി പുറത്താണ്, ആ ചേച്ചിയിലൂടെ അവളുടെ സിസ്റ്റേഴ്സിലൂടെ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട നമ്മുടെ അനിമറ്റർ കൂടെയായ ഇമ്മാനുവലിലൂടെ ഒക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ അവസരങ്ങൾ ഒരുക്കിയത് കൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് പോയിച്ചു വരാൻ സാധിച്ചു. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ആഴം അനുഭവിക്കാൻ സാധിച്ച നിമിഷങ്ങളായിരുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് സ്വരമായി മാറിയ, ദൈവത്തിന് തന്റെ ജീവിതം മുഴുവൻ വിട്ടുകൊടുത്ത ആ വിശുദ്ധന്റെ വൈദിക ശരീരത്തിൽ നടത്തിയെന്ന് ദൈവത്തെ ആരാധിക്കാൻ സാധിച്ച നിമിഷങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ നിരന്തരം ദൈവം നയിച്ചുകൊണ്ട് ആണ് ഇരിക്കുന്നത്. ആ ദൈവം എന്നെ വ്യക്തിപരമായിട്ട് വസ്തുക്കളില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ എന്നെ ദൈവം സ്നേഹിച്ചുകൊണ്ടാണിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടാണിരിക്കുന്നത്. ആ ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ആ സ്നേഹം അനുഭവിക്കണം, പങ്കുവെച്ച് ജീവിക്കണമെന്ന്. അങ്ങനെ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ വലിയ ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 3:16 വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു, അതിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നെ നൽകുവാൻ തക്ക വിധം
നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരും നിരന്തരം അനുഭവിക്കണം. അതിനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ അതിരുകളില്ലാത്ത സ്നേഹം ജനിയിലൂടെ നമുക്ക് തമ്പുരാൻ പറഞ്ഞു തരികയായിരുന്നു. ആ ദൈവസ്നേഹത്തെ വചനങ്ങളുടെയൊക്കെ വെളിച്ചത്തില് ഒന്ന് ആഴത്തിൽ പരിചയപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ജനി നമ്മളെ ആ ദൈവവചനത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ദൈവം നമ്മളോട് പറഞ്ഞ കാര്യം ഇതാണ്: ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹമാണ്. ഈ സ്നേഹം നാം അനുഭവിച്ച് പങ്കുവെച്ച് ദൈവ കുടുംബമായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അവിടുന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കണമെന്നാണ്. മലാക്കി പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് ചോദിക്കുക, നമ്മളോട് പറയുകയാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്? മലാക്കി 1:2. പലപ്പോഴും നമ്മുടെ അനുഭവം ഇതല്ലേ? നമ്മളിങ്ങനെ ദൈവം നമ്മൾ സ്നേഹിക്കുന്നു, എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലോ എന്നൊക്കെ പലപ്പോഴും ഒക്കെ എന്തെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരെ ദൈവം നമുക്ക് പറഞ്ഞു തരിക എന്താണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് നമ്മളോട് പറയുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം വളരെ വ്യക്തിപരമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ അറിയുന്നു, മനസ്സിലാക്കുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം വളരെ വ്യക്തിപരമായിട്ട് അറിയുന്നുണ്ട്, അതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന് അറിയാവുന്നവരെ നമ്മളെ മറ്റാർക്കും അറിയാൻ കഴിയില്ല. കാരണം അവിടുത്തേക്ക് നമ്മുടെ ഇന്നലകളെ അറിയാം, നമ്മുടെ ഇന്നിനെ അറിയാം, നമ്മുടെ നാളകളെ അറിയാം. പ്രിയമുള്ളവരെ, നമുക്ക് ചിലപ്പം ഇന്നലകളെക്കുറിച്ച് കുറച്ചൊക്കെ ധാരണയുണ്ടാവും, മുഴുവനും കിട്ടിയില്ല. ഇന്നിനെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. എന്നാൽ നാളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമോ? എന്നാൽ നമ്മുടെ ദൈവത്തിന് നാളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. നമുക്കറിയാം, നമ്മുടെ ആദ്യ മാതാപിതാക്കള് പാപം ചെയ്തപ്പോൾ ദൈവം അവരത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്തുകൊണ്ടായിരിക്കും ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? അവരെ ശിക്ഷിച്ചതാണോ? അവരോടുള്ള ദേഷ്യം കൊണ്ടാണോ? എന്താണെന്നാണ് ഒരു നിമിഷം അതിൻ്റെ ഉത്തരം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. എന്തുകൊണ്ടാണ് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് ആദത്തെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയത്. എന്ന് പറഞ്ഞാൽ വീഴ്ചകളിലും തള്ളിക്കളയാത്ത സ്നേഹമാണ് അവിടുത്തെ. വീഴ്ചകളിലും തള്ളിക്കളയാത്ത സ്നേഹം. എത്ര നമുക്കറിയാം, ആ ദൈവം പിശാചിനെ ശപിക്കുന്നുണ്ട്, പാപിനെ ശപിക്കുന്നുണ്ട്. എന്നാൽ ആദത്തെയും ഹവ്വയെയും ശപിക്കുന്നില്ല, അവരെ ചേർത്ത് നിർത്തുക, അവർക്കൊരു രക്ഷനെ വാഗ്ദാനം ചെയ്തു. പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ വലിയ വീഴ്ചകളിലാണ്, ഞാൻ ഇപ്പം എന്നെ ദൈവം അത്രമാത്രം സ്നേഹിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു പറഞ്ഞോളൂ, എത്രമാത്രം വീഴ്ചകളുണ്ടായ വ്യക്തിയാണോ നാമെങ്കിലും അവിടുത്തെ സ്നേഹം നമ്മളെ തള്ളിക്കളയുന്നില്ല, അവിടുന്ന് നമ്മളെ സ്നേഹിക്കും. ഇനി എന്തുകൊണ്ടാണ് ഹവ്വായെയും പുറത്താക്കിയത്? നന്മതിന്മയുടെ ഫലം ഭക്ഷിച്ച ആദ്യ മാതാപിതാക്കള് കൈനീട്ടി നിത്യജീവന്റെ ഫലത്തിൽ നിന്നുകൂടി ഭക്ഷിച്ചാൽ അവര് എന്നേക്കും നാശത്തിലായിത്തീരും. അതായത് അവർ സാത്താനായിത്തീരും. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവർ സാത്താനായി മാറണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ ഓരോരുത്തരെയും പുറത്താക്കിയത്. ഇനി നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് പോവുക. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ ഹാഗാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 16:8 ഹാഗാറിനെ കുറിച്ച് പറയാണ്. അതേപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലും ഇതേപോലത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ഹാഗാർ എന്ത് ചെയ്യുകയാണ്? ഹാഗാർ സാറായിയുടെ ദാസിയായിരുന്നു. സാറ ഗർഭിണിയാകാത്തതുകൊണ്ട് ഒരു കുട്ടി ജനിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തൻ്റെ ദാസിയെ ഭർത്താവിന് ഭാര്യയായി കൊടുത്തു. അങ്ങനെ അവൾ ഗർഭിണിയായപ്പോഴേക്കും ഹാഗാറിൻ്റെ സ്വഭാവം മാറി. അവള്
തൻ്റെ യജമാനത്തെ അവജ്ഞയോടെ നോക്കാൻ തുടങ്ങി. ഇത് സഹിക്കാമെന്ന് സാറായി അവളെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഭർത്താവിൻ്റെ അനുഭാവത്തോടു കൂടി. അങ്ങനെ അതിനുവേണ്ടി അവളോട് ക്രൂരമായിട്ട് പെരുമാറി. അങ്ങനെ തൻ്റെ യജമാനത്തെ ക്രൂരമായി പെരുമാറി തുടങ്ങുമ്പോൾ ഗർഭിണിയായ അവള് വീട് വിട്ടോടുക. അങ്ങനെ അവള് ഷൂറിലേക്കുള്ള വഴിയിലുള്ള മരുഭൂമിയിലെ ആ നീർച്ചോലയുടെ അടുത്ത് കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ തേടി വരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, സാറായിയുടെ ദാസിയായ ഗഹാറെ, ദൈവത്തിന് A to Z അറിയാം, അഡ്രസ്സ് വരെ അറിയാം എവിടുത്തെ ആളാണ്, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവം നമ്മുടെ ഓരോരുത്തരെയും അഡ്രസ്സും എല്ലാം, നേരത്തെ ജെനി പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലെ തമ്പിലെ അടയാളം, കൃഷ്ണമണിയിലെ അടയാളം, ഇതൊക്കെ തന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ അഡ്രസ്സൊക്കെ അറിയാം. നമ്മൾ എവിടെയുള്ളവരാണ്, നമ്മുടെ സ്വഭാവം എന്താണ്, നമ്മൾ എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ വളരെ വ്യക്തമായി നമ്മുടെ ദൈവത്തിന് അറിയാം. മറ്റൊരു ഉദാഹരണത്തിലേക്ക് വേണം നമുക്ക് പൂർവ്വ യോസഫിൻ്റെ വ്യക്തിപരമായി അറിയുന്ന ദൈവത്തിന് നമുക്ക് വ്യക്തിപരമായിട്ട് പൂർവ്വ യോസഫിനെ സ്നേഹിച്ച ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാം. നമുക്കറിയാം, പൂർവ്വപിതാവായ യോസഫിനെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ആദ്യം പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. അത് കഴിഞ്ഞ് അവിടെ കിടന്ന് ചത്തു പോകണ്ട, ഏതായാലും അവരെ എടുത്ത് നമുക്ക് ഈജിപ്തുകാർക്ക് വിറ്റേക്കാന്ന് പറഞ്ഞ് വർത്തക സംഘത്തിന് വിറ്റപ്പോൾ അദ്ദേഹം ഈജിപ്തിലെത്തി. അവസാനം അവിടുത്തെ ഭരണാധികാരിയായി മാറി. അവിടുത്തെ ഭരണാധികാരിയായി ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽക്കാർക്ക് വലിയ പട്ടിണി അനുഭവപ്പെടുന്നു, അവിടെ ക്ഷാമം അനുഭവപ്പെട്ടു. അവർ ഭക്ഷണത്തിന് ആശ്രയിക്കുന്നത് ഈജിപ്തിനെയാണ്. ഈജിപ്തിൽ വന്ന് ഈ ഭക്ഷണം തേടുന്ന ആരുടെ അടുത്താ? ജോസഫിൻ്റെ അടുത്ത് തന്നെയാണ്. ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി. അവർ പേടിച്ചു പോയി. ഇനി പണ്ടെന്ന് വിറ്റതിനൊക്കെ അദ്ദേഹത്തിനോട് ഞങ്ങളോട് ഇനി പ്രതികാരം ചെയ്യുമോ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ജോസഫ് പറയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്തുവാനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകുവാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്. ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, നിങ്ങൾ അതുകൊണ്ട് ഭയപ്പെടണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, മോശയെ നമുക്കറിയാം. മോശയോട് സ്നേഹിക്കുന്ന ദൈവം പറയുകയാണ്. നമുക്കറിയാം, പുറപ്പാടിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം. ഈ ഇസ്രായേൽക്കാരുടെ സ്വഭാവം കണ്ട് ദൈവത്തിന് പാടെ ദേഷ്യമായി. ദൈവം മോശയോട് പറഞ്ഞു, നീ കൂടിക്കൊണ്ട് വന്ന ആളുകളെ ആയിട്ട് നീ കൂടി പോക്കോ, ഞാൻ അവരുടെ കൂടെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരോട് ദേഷ്യം തോന്നും, ആരെ ഒരു പക്ഷെ നശിപ്പിച്ചു കളഞ്ഞേക്കാം, അത് വേണ്ട, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പം മോശ സമ്മതിച്ചില്ല. മോശ പറഞ്ഞു, കർത്താവേ, അത് പറ്റിയല്ല, അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നില്ലേ, ഞങ്ങളെ ഇവിടുന്ന് ഒറ്റയ്ക്ക് അയക്കരുത്. ഇത് കേട്ട മനസ്സിലിഞ്ഞ കർത്താവ് മോശയോട് പറഞ്ഞതാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. മോശയെ നന്നായിട്ട് അറിയുന്ന ദൈവം. നമുക്ക് ആ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് പോയി നോക്കിയേ. അവരാ മരുഭൂമിയിലൂടെ 40 വർഷം നടക്കുമ്പോൾ എന്ത് ചെയ്യുക? പകൽ സമയത്ത് അവർ നടക്കുമ്പോൾ അവർക്ക് തണലേകാനായി മുകളിൽ മേഘസ്തംഭമായിട്ട് ദൈവം വരുന്നു. മുകളിൽ മേഘസ്തംഭമായി ദൈവം തൻ്റെ പ്രിയപ്പെട്ടവര് ഈ മരുഭൂമിയിൽ തളർന്നു വീഴരുത്, അതുകൊണ്ട് അവർക്ക് തണലേകാൻ മേഘസ്തംഭം. ഇനിയോ രാത്രിയിൽ അവർക്ക് വഴിതെറ്റിപ്പോകരുത്, അവരുടെ വഴികാട്ടിയായി അഗ്നിസ്തംഭമായി മുമ്പിൽ നടക്കുകയാണ് ദൈവം. അതുപോലെ മരുഭൂമിയിൽ വെച്ച് ജലമില്ലാതെ ദാഹിച്ചു വലഞ്ഞവര് ജലത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ ദൈവം അവർക്ക് പാറയിൽ നിന്ന് ജലം കൊടുത്തു. അവര് ഇടയ്ക്ക് ഈജിപ്തിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു, അല്പം ഇറച്ചി കിട്ടിയാലേ ശരിയാവുള്ളൂ, ഇറച്ചി കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, അവരതിനെ കുറിച്ച് കൊതി വിട്ടുപോയി പറയുകയാണെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം അവർക്ക് എന്ത് ചെയ്തു? കാടപ്പക്ഷിയെ കൊടുക്കുക. അവർക്ക് തിന്നു മടുക്കോളം കാടപ്പക്ഷിയെ കൊടുക്കുന്നു. ഇനിയോ അവർക്ക് മന്ന നൽകുന്ന ദൈവം. ആ വചനമാണ് പുറപ്പാട് പുസ്തകം 16:35 പറയുന്നത്. ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നതുവരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, ഏത് ജനതയായി ഇങ്ങനെ ദൈവം കൂടെ നടക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന ദൈവമുള്ളത്? നമുക്ക് ഇനി
യോശുവയുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാം. യോശുവയുടെ ദൈവം പറയാണ്, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്ന ജോഷുവ. ആ ജോഷുവയോട് പറയുകയാണ് ദൈവം, ഞാൻ എന്നും നിന്നോട് കൂടി ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ, നമ്മോട് എപ്പോഴും കൂടെയുള്ള ദൈവ. ഒരു ചെറിയൊരു ഉദാഹരണം പറയാൻ വേണ്ടി ആഗ്രഹിക്കുക, എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ ഷൂബിൻ്റെ 7-ാം ബാച്ചിനോട് നമ്മുടെ കർത്താവിന് ഒത്തിരി സ്നേഹമാണ്. അതുകൊണ്ടാണ് ഈ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിലും കണ്ട് ഈ അനുഭവം ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ സ്കൂളിലായിരുന്നു ജോലി. അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് പ്രാർത്ഥന മുറി കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയും, കർത്താവെ നമുക്ക് സ്കൂളിലേക്ക് പോകാം. അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോയി കഴിയുമ്പോൾ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ചു, മോനെ, ഇപ്പോൾ നിന്നെ ആക്രമിക്കാൻ ഒരു തിന്മയുടെ ശക്തി വരുവാണെങ്കിൽ നീ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു കർത്താവോട്, എന്തിനാ കർത്താവ് ഞാൻ പേടിക്കുന്നത്? കർത്താവല്ലേ എൻ്റെ കൂടെയുള്ളത്. കർത്താവ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാനെയാ പേടിക്കാനിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ, ഒരു ഭീകരരൂപിയായ മനുഷ്യൻ, തലമുടിയൊക്കെ നീട്ടി വളർത്തി കവിളിൽ നിന്നൊക്കെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന ഒരു മനുഷ്യൻ, കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരു മനുഷ്യൻ, അയാളിങ്ങനെ മുമ്പോട്ട് കടന്നു വന്ന് എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. ആയിട്ട് അയാളെ മുമ്പോട്ട് പോയി. ഞാൻ പുറകെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ആ മനുഷ്യനെ അതിനു മുമ്പോ അതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ കർത്താവ് പറയാണ്, മോനെ, അത് നിന്നെ ഉപദ്രവിക്കാനായിട്ട് വന്ന തിന്മയുടെ ശക്തിയായിരുന്നു. നീ എന്നിൽ ആശ്രയിച്ചതുകൊണ്ട് ആ തിന്മയുടെ ശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ ദൈവം നടക്കുന്നത് എല്ലാ ശക്തികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിനാണ്. ഒരു തിന്മയുടെ ശക്തിക്കും നമ്മളെ ആക്രമിക്കാൻ അവിടുന്ന് അനുവദിക്കില്ല. അത് നമ്മളുടെ അവിടുത്തെ കൂട്ടം നടക്കണം. അത്രമാത്രം സ്നേഹവും കരുതലുമാണ് അവിടുന്ന്. അതേ പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായി അറിയുന്നവനാ, കാണുന്നവനാ നമ്മുടെ ദൈവം. സങ്കീർത്തകന്റെ പുസ്തകം 139-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. അതേ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊടുത്ത വിവരം ആദ്യം അറിഞ്ഞതാരാ? നമ്മളിപ്പോൾ പറയും അമ്മയാണെന്ന്. അമ്മ പറഞ്ഞാൽ മറ്റുള്ളവർ അറിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മളുണ്ടായിരുന്നു. നമ്മളെ ആദ്യമേ അറിഞ്ഞത് അവിടുന്നായിരുന്നു. അവിടുത്തേക്ക് അറിയായിരുന്നു ഇന്ന് ഞാനിവിടെ ഇരുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ വചനം പങ്കുവെക്കണമെന്ന്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ ഇരുന്ന് ഈ തമ്പുരാൻ തന്ന ഈ പുതിയ മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടി വചനം കേൾക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. നമ്മളെ കുറിച്ചുള്ള പ്ലാനായിരുന്നു, പദ്ധതിയായിരുന്നു അത്. ഇനി നമുക്ക് ഇങ്ങനെ നോക്കാം, ദൈവം എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്? തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്താൻ തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്നവനാവിടുന്ന്. യെശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ ഉള്ളം കൈയുടെ പ്രത്യേകത? ഉള്ളം കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. നമ്മുടെ കണ്ണിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നൊരു നമ്മുടെ അവയവം എന്ന് പറയുന്നത് കൈയാണ്. അപ്പോൾ ഈ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര്, നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ കയ്യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ നിമിഷവും അവിടെ നിന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. ഓരോ നിമിഷവും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കാൻ തക്ക വിധം ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹനിധിയായ ദൈവം നമ്മളോട് പറയുകയാണ്, മക്കളെ, എനിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പദ്ധതി ഒരുക്കി നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ജെറമ്യായുടെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനത്തിലൂടെ അവിടുന്ന് ഇപ്രകാരം പറയുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്.
നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നോക്കി, എത്ര നല്ല പദ്ധതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. എന്നെക്കുറിച്ച് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഒരിക്കലുണ്ടായിരുന്നു. അതെന്നെ അവിടുന്ന് പഠിപ്പിച്ചതാണ്. ആ ഒരു അനുഭവം കൂടെ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു മധ്യവേനൽ അവധിക്ക് സ്കൂളിലെ ക്ലാസ്സും അഡ്മിഷനും ഒക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറി വീട്ടിലേക്ക് യാത്ര ചെയ്യാം. യാത്ര ചെയ്യുമ്പോൾ നല്ല തിരക്കുള്ള ബസ്സാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു മദ്യപനായ ഒരു മനുഷ്യൻ ബസ് എന്നൊരു കട്ടറിൽ വീണെന്ന് പറഞ്ഞു. ഇയാൾക്ക് ആ പട ദേഷ്യം വന്നു. അദ്ദേഹം എന്നെ നേരെ നോക്കിയിട്ട് എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പം തൊട്ട് തന്നെ തുടങ്ങി ഭയങ്കരമായ ചീത്ത വിളി. ചെവി പൊട്ടി വീണ തെറിയൊക്കെയാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് എന്നെ അധിക്ഷേപിക്കുന്നു. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ കർത്താവിനെ സംബന്ധിച്ച് മനസ്സിൽ സമർപ്പിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ നിന്നതേ ഉള്ളൂ. ചെറിയ പുഞ്ചിരിയൊക്കെ മനസ്സിൽ വരുത്തി ചുട്ടിൽ വരുത്തി അങ്ങനെ നിന്നതേ ഉള്ളൂ. ഇയാളുടെ ചീത്തവിളി കണ്ട ആൾക്കാരൊക്കെ എന്നെ നോക്കാനും തുടങ്ങി. ഇങ്ങനെ ഏതാണ്ട് 1.5 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു. ആ 1.5 കിലോമീറ്റർ ദൂരം വരെയും അദ്ദേഹം എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ബസ്സിൽ ഇറങ്ങിയപ്പോഴും അദ്ദേഹം എന്നെ ചീത്തവിളി നിർത്തിയിട്ടില്ല. എനിക്ക് ആ പടം സങ്കടമായി. ആ മനുഷ്യനെ കൊണ്ടല്ല എനിക്ക് ദേഷ്യം വന്നില്ല. പക്ഷെ എനിക്ക് വന്ന സങ്കടം എന്തായിരുന്നറിയോ? ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ആ ബസ്സിലുണ്ട്, എന്നെ അറിയുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയാണ്. നമുക്ക് പലപ്പോഴുള്ള കുഴപ്പമാണല്ലോ, നാട്ടുകാരെന്നാ വിചാരിക്കുന്നുള്ള ചിന്തയാണല്ലോ. എനിക്കും അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഞാൻ തലകുനിച്ച് തല മുമ്പിട്ട് ഇങ്ങനെ നടന്നു. വീട്ടിലെത്തി ഭാര്യ എനിക്ക് വേണ്ടി ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് കാത്തിരിക്കുക. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടിയിട്ട് ചെന്നിട്ടേ കഴിക്കുകയുള്ളൂ. അപ്പം ഞാൻ ചെന്ന വഴിയെ ഭാര്യയോട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥനാ മുറി കയറി വാതിലും അടച്ചു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. എനിക്ക് ആ മനുഷ്യന് ദേഷ്യമൊന്നുമില്ല, പക്ഷെ എനിക്കുള്ള സങ്കടം ഇതാണ്. മറ്റുള്ളവരെന്നാ വിചാരിച്ചു? എനിക്ക് ആ വല്ലാത്ത വിഷമം. ആ വിഷമം മാറ്റി തരുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കും. തമ്പുരാനോട് പറഞ്ഞു. ഞാൻ അവിടെ കഴിഞ്ഞിരുന്നു. പടിപടിയായിട്ട് എൻ്റെ ആ വിഷമം കുറച്ച് സമയം കഴിഞ്ഞപ്പം വിഷമം മുഴുവൻ മനസ്സിൽ നിന്ന് ദൈവം എടുത്ത് മാറ്റി. ഒട്ടും വിഷമം എനിക്ക് അനുഭവപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി. ഭാര്യ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് വന്ന വഴി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കയറിയത്. അപ്പം ഞാൻ കാര്യമൊന്നും പറഞ്ഞില്ല. കാരണം ആ മനുഷ്യനെ തെരുവിളിച്ചിട്ടാ അകത്ത് കയറിയിരിക്കുന്നു പറഞ്ഞാലോ പുള്ളിക്കാരത്തേക്ക് മനസ്സിൽ ആ വ്യക്തിയെ അറിയില്ലെങ്കിൽ പോലും ദേഷ്യം വരികയില്ലേ. അങ്ങനെ പോലും ദേഷ്യം വരണ്ടല്ലോ എന്നുകൊണ്ട് കാര്യം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ വളരെയധികം ഫ്രീ ആയി. പക്ഷെ പിറ്റേ ദിവസമാണ് ആ സഹനം എനിക്ക് തന്നതിൻ്റെ പദ്ധതി എന്തായിരുന്നു എനിക്ക് തമ്പുരാൻ മനസ്സിലാക്കി തന്നത്. പിറ്റേ ദിവസം ഞാൻ സ്കൂളിലെത്തി ഇങ്ങനെ ഒരു 11:30 സമയമായപ്പോൾ അഡ്മിഷൻ നടത്തുന്നുണ്ട്. പിള്ളേരുടെ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്നത് അധ്യാപകരാണ്. ഞങ്ങൾ 4-5 അധ്യാപകരിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. ക്ഷമിക്കുക. അമ്മ അടുത്തേക്ക് വന്നപ്പോൾ ആ TC എൻ്റെ കയ്യിൽ തന്നു. TC കഴിയുമ്പോൾ നോക്കുമ്പോൾ എന്താ പ്രത്യേകം അറിയാം, അത് ചുരുട്ടി കൂട്ടിയിട്ട് ഉണ്ടായിരുന്ന നമ്മൾ നിവർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലുള്ള TC. അല്പം സ്വല്പം ചെളിയുണ്ട്, ഒരു മൂലയൊന്ന് കീറിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഡേറ്റ് നോക്കുമ്പോൾ ഇത് വളരെ നേരത്തെ വാങ്ങിയതാണ്. അപ്പം ഞാൻ ആ അമ്മച്ചിയോട് ചോദിച്ചു, അല്ല ചേച്ചി, ഇത് കുറച്ച് നേരത്തെ വാങ്ങിയ TC ആണല്ലോ, എന്ത് പറ്റി ഇത്രയും താമസിച്ച് പോയി? ഇതൊക്കെ ചുരുട്ടി കൂട്ടി പോലെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സാറിനോട് ഒരു കാര്യം പറയാനുണ്ടല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ എവിടെ ഉണ്ടോ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു പണി ഞാൻ പറയാം, നമുക്ക് ചേച്ചി പോയി കൊച്ചിനെ ചേർത്തിട്ട് വന്നാൽ മതി എന്ന് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി കൊച്ചിനെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മാറി പുള്ളിക്കാരത്തി കാര്യം ഇങ്ങനെ പറയാൻ തുടങ്ങി. സാറേ, ഞാൻ വല്ലാതെ വിഷമിച്ചാണ് ഇരുന്നത്. TC ഒക്കെ നേരത്തെ വാങ്ങിയത് 7ാം ക്ലാസ്സിലാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. 7 പൂർത്തിയായപ്പോൾ TC വാങ്ങി. ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂൾ ഹൈസ്കൂൾ സെക്ഷനാണ്. 8ാം ക്ലാസ്സിൽ കൊടുത്ത് ചേർക്കണം. നേരത്തെ ചേർക്കാൻ വേണ്ടി അവർ TC ഒക്കെ വാങ്ങിയതാണ്. TC ഒക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഭർത്താവ് നല്ല മദ്യപാനിയാണ്. എന്നിട്ട് അത് വാങ്ങി ചുരുട്ടിക്കൂട്ടി. സാറിന് ഒരു പക്ഷേ എൻ്റെ ഭർത്താവിനെ അറിയാമായിരിക്കും എന്ന് പറഞ്ഞൊക്കെ ലക്ഷണമൊക്കെ പറഞ്ഞപ്പം തലേ ദിവസം എന്നെ ബസ്സിൽ വെച്ച് ചീത്ത വിളിച്ച മനുഷ്യൻ്റെ ഭാര്യയും കൊച്ചുമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ നോക്കിയേ, അവിടെ എത്രയോ അധ്യാപകർ അവിടെ ഇരുന്നു. ആരുടെയും അടുത്തേക്ക് ആ അമ്മയും കുഞ്ഞും പോയില്ല. എൻ്റെ അടുത്ത് തന്നെ വന്നു. ദൈവം ഒരുക്കി കൊടുക്കുക. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ ഇന്നലെ നിനക്ക് തന്ന സഹനം ഈ കൊച്ചിന് വിദ്യാഭ്യാസം തുടരാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു പക്ഷേ
ആ വീട്ടിൽ ഇരുന്നപ്പോൾ, ആ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്താകാം ആ മനുഷ്യൻ വീട്ടിൽ ചെന്ന് ഈ അയാള് വലിച്ചെറിഞ്ഞ ആ ടി സി എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. ദൈവത്തിന്റെ ഒരു പദ്ധതി നോക്കി. അപ്പം തിരിച്ചറിയണേ, ഇങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ കൊച്ചു കൊച്ചു സഹനങ്ങളൊക്കെ തരും. ഇപ്പൊ ഒരു ചെറിയ ചുമ ഉണ്ടായിരുന്നു, ഇതിനു മുമ്പ് വരെ നല്ല ചുമയായിരുന്നു. ഇപ്പൊ ക്ലാസ് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ഇപ്പൊ എനിക്ക് ആ ചുമയുടെ അവസ്ഥ വളരെ കുറച്ചേ വന്നുള്ളൂ. അപ്പം ദൈവത്തിന് ഇങ്ങനൊരു പദ്ധതിയൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ആ സഹനങ്ങളൊക്കെ തന്നാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വളരെ പദ്ധതിയുണ്ട്. നമ്മളോടുള്ള സ്നേഹം മറ്റുള്ളവരുടെ സ്നേഹം കൊണ്ടാണ്. അങ്ങനെ നല്ല പദ്ധതി ഒരുക്കി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മളോട് വളരെ അനുകമ്പയാണ്. അവിടുന്ന് യോനായുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു: അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോനായുടെ പുസ്തകം നമുക്കറിയാം. ഈ സംഭവം ഏതാണെന്ന് നമുക്കറിയാം. യോനായോട് പറഞ്ഞു നിനവിയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. യോന നിലവിലേക്ക് വരാതെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. നടന്ന സംഭവങ്ങളൊക്കെ അറിയാം. അവിടെ കൊണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് ആ പടം മടങ്ങിയിരിക്കുക. എന്നിട്ട് കർത്താവിനോട് പറയാ, ഞാൻ യോനയെ ആഗ്രഹിച്ചത് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കപ്പെടണമെന്നായിരുന്നു. പക്ഷെ ആ മനുഷ്യര് മനസ്സാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ രക്ഷിച്ചു. അതങ്ങ് യോനായിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം യോന അന്നേരം പറയുന്ന കാര്യം ഇതാ, എനിക്ക് പണ്ടേ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരായിരുന്നേ. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് അചഞ്ചലമായ സ്നേഹം, അനന്തമായ സ്നേഹമാണ് ദൈവം നമ്മളുണ്ട്. യെരമ്യ 31:3 നമ്മളോട് ദൈവം ഇപ്രകാരം പറയണം: വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്ത അചഞ്ചലവും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ് നമ്മോട്, മക്കളെ, നിങ്ങളോടുള്ള സ്നേഹം എനിക്ക് അനന്തമാണ്, നിങ്ങളോടുള്ള വിശ്വസ്തതയോ അചഞ്ചലവുമാണ്. അങ്ങനെ അചഞ്ചലമായി അനന്തമായി നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. അവിടുന്ന് യെരമ്യയുടെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനത്തിലൂടെ നമ്മളോട് പറയാണ്: എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ, കർത്താവാണ് ഇത് ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നും പറഞ്ഞിരിക്കാൻ കഴിയില്ല. ദൈവം അതുപോലെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആദിമാതാപിതാക്കൾ പറ്റിയ പോലെയാണ്. ദൈവത്തിനല്ല നമുക്കാ പ്രശ്നം. ദൈവം വരുമ്പോൾ അവരെന്ത് ചെയ്തു? തെറ്റ് ചെയ്തപ്പോൾ അവർ ഒളിച്ചിരുന്നു. ഇതേപോലെ ദൈവം എന്നാലും അവരെ കാണുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയണമേ. ഇനി എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്? ജനി നമ്മളോട് ആ പ്രഘോഷണത്തിൽ പ്രത്യേകം പറഞ്ഞ അതേ തിരുവചനമാണ് യെശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ജനി അത് നന്നായിട്ട് നമുക്ക് വിശദീകരിച്ചു തന്നതാണ് ഈ വചനഭാഗം. അപ്പോൾ ആ വചനഭാഗം നമുക്ക് ശ്രദ്ധയിലാകാം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത്? മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും അധികമായി ദൈവം നമ്മളെ സ്നേഹിക്കുന്നതാണ്. ഓരോ വ്യക്തിയും അവരുടെ മാതാപിതാക്കളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതലായി ദൈവം സ്നേഹിക്കുന്നു. എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്? നമുക്കറിയാം, അവരെ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് മുത്തം നൽകി സ്നേഹിക്കുന്നു. കുഞ്ഞുമക്കളെ ശുശ്രൂഷിച്ചിട്ടുള്ളവരാണ് അവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും. നമ്മളറിയാം, കുഞ്ഞുങ്ങളോട് നമുക്കൊരു പ്രത്യേക സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ടാകും. കുഞ്ഞുങ്ങളെ കൈകളിലെടുത്ത്, കൊച്ചു കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് അവർക്ക് മുത്തം നൽകുന്ന. ഇനി തിരുവചനത്തിൽ ദൈവം നമ്മളോട് പറയുക, ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 11-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനത്തിലൂടെ അവിടുന്ന് പറയും, ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അവിടുത്തെ കരങ്ങളിലെടുത്തിട്ടുണ്ട്. ഇനി യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ അവിടുന്ന് പറയുന്നു, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ഒരു കൂട്ടായ്മയിലുള്ളവരിലെ ഏറ്റവും അവശരായിട്ടുള്ളവരെ, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ കർത്താവ് എടുത്ത് ചേർത്ത് മാറോട് ചേർത്ത് പിടിക്കുക. നമ്മളിൽ ഇവിടെ ആരെങ്കിലും ഇരുന്നൊക്കെ എന്തെങ്കിലും വിഷമത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർക്കണം, നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടുന്ന് മാറോട് ചേർത്ത് നമ്മളെ പിടിച്ചിരിക്കുകയാണെന്ന് നാം തിരിച്ചറിയണമേ.
ഇനി നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത്? അവർ സ്വയം നടക്കാൻ പഠിക്കുന്നതിന് വേണ്ടി അവർ കഴിവുള്ളവരാകുന്നതിന് വരെ നമ്മൾ കൈ പിടിച്ച് നടത്തി അവരെ സ്നേഹിക്കും. മക്കളെ സ്വയം നടക്കാൻ കഴിവുള്ളവരാകുന്നത് വരെ കൈ പിടിച്ച് നടത്തി നമ്മൾ അവരെ സ്നേഹിക്കാറുണ്ടല്ലോ. ഇനി തിരുവചനത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഓസിയ 11:3 ഇങ്ങനെ നമ്മളോട് പറയുന്നു, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. എഫ്രായിം എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് നമ്മുടെ പേരൊന്ന് വെച്ച് നോക്കിയേ, നമ്മുടെ പേരൊന്ന് വെച്ച് പറഞ്ഞു നോക്കിയേ. മാണിയെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ദൈവം നമ്മളോട് പറയാ. ഇനി യെശയ്യായുടെ പുസ്തകം 30-ാം 21-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് വീണ്ടും പറയാ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. അല്ലേ, നമ്മൾക്ക് പലർക്കും അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ലേ? നമ്മളോട് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, എങ്ങനെയാണ് നമ്മുടെ വഴികൾ എങ്ങനെയാണെന്നൊക്കെ, എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടതെന്ന്. ഓസിയ 11:4 ദൈവം തമ്പുരാൻ ഇങ്ങനെ നമ്മളോട് പറയുന്നു, ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവരാകുന്നത് വരെ ഭക്ഷണം നമ്മൾ വായിൽ കൊടുത്ത് വെച്ച് അവരെ നമ്മൾ സ്നേഹിക്കാറുണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു, അങ്ങനെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം പറയാണ്, ഓസിയ പ്രവാചകനോട് പറയാണ്, ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. പറയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന നല്ല ദൈവം എത്ര കരുതലുള്ളവനാണ്. അപ്പോൾ ഒരു ചോദ്യം, നന്മ ചെയ്യുന്നവരെയാണോ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത്? പാപികളെയാണോ? അതോ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയാണോ? ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ? നന്മ ചെയ്യുന്നവരെയാണോ? പാപികളെയാണോ? പാപത്തിൽ നിന്നും പിന്തിരിയുന്നവരെയാണോ? ഒരിക്കലും പാപം ചെയ്യാത്തവരെയാണോ ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ഒന്ന് മനസ്സിൽ കണ്ടേ. ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? ഉത്തരമാണ് നമ്മൾ മനസ്സിൽ കിട്ടിയല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവരെ എല്ലാം ഒരുപോലെ ദൈവം സ്നേഹിക്കുക. ദൈവത്തിന് വേർതിരിവില്ല. നന്മ ചെയ്യുന്നവരെയും പാപികളെയും പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരെയും ഒരിക്കലും പാപം ചെയ്യാത്തവരെയൊക്കെ ദൈവം ഒരേപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതായത് നാം ഇപ്പോൾ ഏതവസ്ഥയിലാണോ, നമ്മൾ പാപം ചെയ്തിട്ടുള്ള വ്യക്തിയാണോ, അതായത് നമ്മൾ ചെയ്യുന്നവരാണോ, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരാണോ, ഒരിക്കലും പാപം ചെയ്യാത്തവരാണോ, എങ്കിലും നമ്മളെപ്പോലെ തന്നെ പാപം ചെയ്തവരെയും എല്ലാം ദൈവം ഒരേപോലെ സ്നേഹിക്കുന്നു. നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മളെ സ്നേഹിക്കുകയാണെന്ന് തിരിച്ചറിയാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് എത്തുക. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വലിയൊരു ഉത്തരത്തിലേക്ക് എത്തുക. ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടി സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം വളരെ വ്യക്തിപരമായി യാതൊരു വ്യവസ്ഥകളുമില്ലാതെ ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സർവശക്തിയോടും കൂടി സ്നേഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ആ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയണം. അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹം ആഴങ്ങൾ അനുഭവിച്ചറിയാൻ ശ്രമിക്കാം. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ലോകത്തിന് ഒത്തിരി മാറ്റം വരികയാണ്. ഈ ലോകം എന്തായി മാറും? എല്ലാം നമ്മൾ തിരിച്ചറിയും. ലോകത്തുള്ള എല്ലാവരും നമ്മുടെ സഹോദരരാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് പൊതുഭവനമാണെന്ന് നമുക്കറിയാം. ഈ കാര്യങ്ങളെല്ലാം മാർപ്പാപ്പന്മാർ തങ്ങളുടെ ചാക്രിക ലേഖനങ്ങളിലൂടെയൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മണിചേട്ടനിലൂടെയും ഒക്കെ നമ്മളെ കേൾക്കാൻ ശ്രമിച്ച ചിന്ത, ദൈവം നമ്മളെ ഓരോരുത്തരെയും വളരെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്ന വലിയ സത്യത്തെയാണ്. വിശുദ്ധീകരണം മുഴുവൻ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നാം കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്, ഏതേൻ തോട്ടത്തിൽ ആദത്തെയും ഹവ്വായെയും വളരെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന, അവരെ പേര് ചൊല്ലി വിളിക്കുന്ന, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചേർത്ത് വെക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ച് പ്രവർത്തിക്കുന്ന ആദത്തെയും ഹവ്വായെയും ചേർത്ത് പിടിക്കുന്ന, അവരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ ചിത്രം പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. കൊലപാതകിയായ കായനെ ചേർത്ത് പിടിക്കുന്ന, സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ മണിച്ചേട്ടൻ നമ്മയുടെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഹഗ്ഗാറിനെ വളരെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്.
വിക്കനായ മോശയെ വളരെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന, കൊലപാതകിയായ മോശയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമുണ്ട്. അങ്ങനെ ബൈബിൾ മുഴുവൻ നമ്മളെ എടുത്ത് കടന്നു പോകുമ്പോൾ വളരെ ബലഹീനരായ, വളരെയേറെ പ്രതികാരത്തിലൂടെ കടന്നുപോയ മനുഷ്യരൊക്കെ ദൈവം സ്നേഹിക്കുന്നത് കാണുമ്പോൾ അത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള ചിന്തയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ നിരാശയും വേദനയും പ്രയാസവും സങ്കടവും ദുഃഖവും ഭാരവും ഒക്കെ ആയിട്ട് എപ്പോഴിരിക്കുമ്പോഴും ദൈവം പറയുന്ന കാര്യം ഇതാണ്: എനിക്ക് നിന്നെ നന്നായി അറിയാം, നിന്റെ പ്രയാസം ഞാൻ കാണുന്നുണ്ട്, നിന്റെ സങ്കടം ഞാൻ കാണുന്നുണ്ട് എന്നറിഞ്ഞ് വളരെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. വിക്കലായ മോശ ഓടി ഒളിക്കുന്ന സമയത്ത് ഹെറോബ് മലയുടെ താഴ്വാരത്തിൽ തീ കത്തുമ്പോൾ അത് കാണാനായിട്ട്, ആ വലിയ അത്ഭുതം കാണാനായിട്ട് ഓടിച്ചെല്ലുമ്പോൾ ദൈവം മോശയെ വിളിക്കുന്നത്, മോശെ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റാൻ വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം നമ്മളവിടെ കാണുന്നുണ്ട്. അബ്രാഹത്തോട് സംസാരിക്കുന്ന, വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന ചിത്രം നമ്മൾ കാണുന്നു. അബ്രാഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ എടുത്തു നോക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ എടുത്തു നോക്കി അവസാനം വളരെ വ്യക്തിപരമായി പരിശുദ്ധ മറിയത്തിന് മുമ്പിൽ ഗബ്രിയേൽ ദൂതൻ വന്നു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ നന്മ നിറഞ്ഞവളെ എന്ന് പറയുകയാണ്. ഈ ഭൂമിയിലെ ഒരു സ്ത്രീയെ നോക്കിയിട്ടാണ് ദൈവം പറഞ്ഞത് നന്മ നിറഞ്ഞവളെ എന്ന്. അത് നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമുള്ള വലിയ പങ്കുവെക്കലാണെന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ ഓരോരുത്തരെയും ഈ രാത്രിയിൽ ദൈവം കാണുന്നത് നന്മയുള്ളവരായിട്ടാണ്, നന്മ നിറഞ്ഞവരായിട്ടാണ്. യൗസപിതാവിനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ഉണ്ണീശോയെ യൗസപിതാവിനെയും മാതാവിനെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ ചിത്രങ്ങളൊക്കെ ദൈവത്തിൻ്റെ വളരെ വ്യക്തിപരമായ സ്നേഹത്തിൻ്റെ ചിത്രം അവതരിപ്പിച്ചിട്ട് ഈശോ വളരെ മനോഹരമായി തന്നെ കുന്തം കൊണ്ട് കുത്തിയ ആ ഒറ്റക്കണ്ണന് സൗഖ്യം നൽകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ച് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വളരെ വ്യക്തിപരമായ സ്നേഹം, ഒരു വ്യവസ്ഥയും ദൈവത്തിൻ്റെ സ്നേഹത്തിനില്ല. നമ്മൾ മാറണമെന്നോ നമ്മളെ പിന്തിരിയണമെന്നോ ഒന്നും ദൈവം നമ്മോട് പറയുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ആഴത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ പിന്തിരിയും. സ്വാഭാവികമായിട്ടും നമ്മുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഒരു അപ്പൻ്റെ സ്നേഹം ആഴത്തിൽ അറിയുന്ന മക്കൾ വഴിതെറ്റിപ്പോകില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും വളരെ ആഴത്തിൽ അനുഭവിച്ച ഒരു കുഞ്ഞും വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല, അവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറമാണ് ദൈവത്തിൻ്റെ വളരെ സ്നേഹം. ആഴത്തിൽ ആ വലിയ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ വ്യക്തിപരമായ സ്നേഹം അനുഭവിക്കുക മാത്രമല്ല, എല്ലാവരെയും അതുപോലെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. ഈ ഒരാഴ്ച മുഴുവൻ ദൈവത്തിൻ്റെ വളരെ വ്യക്തിപരമായ സ്നേഹം അനുഭവിക്കാൻ, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചാണ് കണ്ടത്. ഈ ആഴ്ച ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവസ്നേഹം കുടുംബത്തിൽ എന്ന വിഷയമാണ് ജോഷിയച്ചൻ എല്ലാ പ്രാവശ്യവും ആ വിഷയത്തോട് ബന്ധപ്പെട്ട് രണ്ടാമത് കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, സ്നേഹം തഴച്ചു വളരുന്ന ഇടം എവിടെയാണ്? കുടുംബത്തിലാണ്. ആധുനിക ശാസ്ത്രമൊക്കെ പറഞ്ഞു വെക്കുന്നത് 6 വയസ്സിനുള്ളിൽ കുഞ്ഞിൽ വ്യക്തിത്വം രൂപപ്പെടുമെന്നാണ്. ഒരു 10-70% അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ കുഞ്ഞിന്റെ വ്യക്തിത്വം രൂപപ്പെട്ടു. തുടർന്ന് 6 വയസ്സിനുള്ളിൽ ആ വ്യക്തിത്വം 90% രൂപപ്പെട്ടു, പിന്നെ മാറ്റാനാവില്ല. അപ്പൊ ആ അമ്മയിൽ നിന്നും, അമ്മ ജീവിക്കുന്ന കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുമാണ് ഈ കുഞ്ഞ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും ഊർജവും സ്വീകരിച്ച് കടന്നു പോകുന്നത്. ആദ്യ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ പിതാവായ ദൈവത്തിന്റെ കൈപിടിച്ച് ഉലാത്തിക്കൊണ്ടിരുന്ന ചിത്രം നമ്മുടെ വീട്ടിൽ അപ്പന്റെയും അമ്മയുടെയും കൈപിടിച്ച് ഇങ്ങനെ നടന്നു നീങ്ങുന്ന കുഞ്ഞിന്റെ ചിത്രമാണ്. മാണിച്ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ കൈകളിൽ എടുക്കുന്ന, താരാട്ടു പാട്ടുപാടുന്ന, മാറോട് ചേർത്ത് പിടിക്കുന്ന, മുത്തം നൽകുന്ന, ഭക്ഷണം വാരി വായിൽ വെച്ച് നൽകുന്ന സ്നേഹം ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹം അതുപോലെ കൃപയായി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒഴുകിയിറങ്ങുന്ന ഇടം കുടുംബം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കുടുംബം ദൈവത്തിന്റെ സ്നേഹം വ്യാപരിച്ചു നിൽക്കുന്ന, ചിറകു വിരിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ രുചി, അതിൻ്റെ ആഴത്തിൽ അനുഭവിക്കുന്ന ഇടം കുടുംബമാണ്. ഓരോ കുഞ്ഞും ദൈവസ്നേഹത്തിന്റെ ആദ്യത്തെ ടേസ്റ്റ് അറിയുന്നത് അത് കുടുംബത്തിൽ നിന്നുമാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് നസ്രത്തുകാരനായ ഈശോയെ ആ ഒരു വലിയ ദൈവസ്നേഹാനുഭവത്തിൽ വളർത്തിയതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരാനായിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം,
വിവാഹം കഴിഞ്ഞ് എനിക്ക് 6 മക്കളുണ്ട്. എൻ്റെ ഭാര്യ ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം, നമ്മുടെ ഓരോരുത്തരോടും നമ്മുടെ ജീവിത പങ്കാളി ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അത് സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്നുള്ളതാണ്. ഒരു കുടുംബം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിന്റെ മകനും മകളും ഒരുമിച്ച് വന്ന് അവർ പരസ്പരം സമ്മതം കൊടുത്ത് ദൈവത്തിന്റെ കൃപയിൽ ആരംഭിക്കുന്ന കുടുംബം. ആ കുടുംബത്തിൽ ദൈവം തന്റെ സ്നേഹത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് ദൈവം വളരെ ഔദാര്യപൂർവ്വം നൽകുന്ന ജീവൻ, ദൈവത്തിന്റെ തന്നെ ജീവൻ, ആ ജീവനെ, ദൈവത്തിന്റെ കുഞ്ഞിനെ സ്നേഹിക്കാനായിട്ടാണ് ഓരോ അപ്പനെയും അമ്മയെയും കുടുംബത്തിൽ നിയോഗിച്ചയച്ചിരിക്കുന്നത്. നമ്മൾ വന്നത് എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിന്റെ മനസ്സിൽ നിന്ന്, ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രം വഴി ഈ ലോകത്തിൽ എത്തിച്ചേരുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ആഴമായ സ്നേഹത്തിന്റെ അനുഭവം സ്വന്തമാക്കുന്നത്, രുചിച്ചറിയുന്നത് അത് കുടുംബത്തിൽ നിന്നാണ്. അങ്ങയുടെ വചനം തേനിനെ കഴിഞ്ഞും തേൻകട്ടയെ കഴിഞ്ഞും മാധുര്യമാണ്, അത് ആദ്യ ചവർക്കും പിന്നീട് രുചിക്കുമെന്ന് വിശുദ്ധ വചനം പറയുന്നത് പോലെ ഓരോ മാതാപിതാക്കളിലൂടെയും ഓരോ കുഞ്ഞും അനുഭവിച്ചറിയുന്ന ദൈവത്തിന്റെ സ്നേഹം അത് ആ കുഞ്ഞിന്റെ ജീവിതത്തെ മാറ്റും. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞില്ലേ, ഓ നിത്യ സനാതന സൗന്ദര്യമേ, ഓ നിത്യ നൂതന സ്നേഹമേ, നിന്നെ അറിയാൻ എത്ര വൈകി, നിന്നെ അനുഭവിക്കാൻ ഞാൻ താമസിച്ചു പോയി. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്ന്, കുടുംബത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരിലൂടെയും ഈ ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ പങ്കുവെക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ്. കുടുംബം ഒരു ഗാർഹിക സഭയാണ്. ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ചതുപോലെ ജീവിത പങ്കാളികൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യമാക്കി. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹിച്ച് ജീവിച്ചു കൊള്ളാമെന്ന വാഗ്ദാനം ദൈവ തിരുമുമ്പാകെ എടുത്തുകൊണ്ട് ആരംഭിക്കുന്ന പരിശുദ്ധമായ വിവാഹം എന്ന കൂദാശ, ആ കൂദാശയിലൂടെ ആരംഭിക്കുന്ന കുടുംബം, ആ കുടുംബം ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് വിളഞ്ഞ് നിൽക്കുന്ന ഇടമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നീരൊഴുക്ക് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അത് കുടുംബത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ സ്നേഹം സ്ഫടികം പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഇടം എവിടെയാണ്? അത് കുടുംബത്തിൽ നിന്നാണ്. പൂർവ്വപിതാക്കന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ അവരുടെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, വിശുദ്ധരുടെ ഒക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി സ്നേഹത്തിന്റെ കുറുക്കുവഴിയിലൂടെ സ്വർഗം സ്വന്തമാക്കിയ ആളാണ്, അല്ലെ? ഇങ്ങനെ പല കുറുക്കുവഴികൾ നമ്മൾ അന്വേഷിക്കുന്നവരാണ്. സ്നേഹത്തിന്റെ ഏറ്റവും ലളിതമായ കുറുക്കുവഴിയിലൂടെ കൊച്ചുത്രേസ്യ സ്വർഗം സ്വന്തമാക്കി എന്ന് പറഞ്ഞാൽ, കൊച്ചുത്രേസ്യയുടെ അപ്പനും അമ്മയും അവർ ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിൽ സന്യാസ സമർപ്പിത ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചവരാണ്. എന്നാൽ ദൈവത്തിന്റെ ഹിതം മറ്റൊന്നായിരുന്നത് കൊണ്ട് സെലിനും മാർട്ടിനും അവർ വിവാഹം കഴിച്ചു. എന്നിട്ടും ആദ്യത്തെ കുറച്ചു നാളത്തേക്ക് മാർട്ടിൻ ഈ വിശുദ്ധ ജീവിതം നയിക്കാൻ ശാരീരികമായ ലൈംഗികമായ ആ കുടുംബജീവിതത്തിന്റെ ഏറ്റവും കൗതാശികമായ മാനം നിർവഹിക്കുന്നതിൽ മാറി നിന്നു. പക്ഷേ അവരുടെ പ്രിയപ്പെട്ട പുരോഹിതൻ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു. കുമ്പസാരക്കാരനായ പുരോഹിതനോട് പ്രിയപ്പെട്ട ജീവിത പങ്കാളി സെലിൻ ഇതെല്ലാം പങ്കുവെച്ചു. അവരെ ഈ പ്രിയപ്പെട്ട അവരുടെ കുമ്പസാരക്കാരനായ ഇടവക പുരോഹിതൻ ചേർത്തിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവിടെ അവർ തങ്ങളുടെ ജീവിതം പങ്കുവെച്ച് പകുത്തു നൽകി. ദൈവത്തോടുള്ള തങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് പരസ്പരം ജീവിത പങ്കാളികൾ ആഴമായി, ദൃഢമായി, ഉജ്ജ്വലമായി അവർ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ നിന്ന് അവരുടെ കുടുംബത്തിൽ ധാരാളം മക്കൾ ജനിച്ചു വന്നു. ആ മക്കൾ എല്ലാവരും തന്നെ വിശുദ്ധരാണ്. ചിലർ വാഴ്ത്തപ്പെട്ടവരായ ആ നാമകരണ നടപടികൾ നടക്കുകയാണ്. ആ കുടുംബം മുഴുവൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമായ അനുഭവത്തിൽ നിന്ന് വിശുദ്ധരാക്കപ്പെടുകയാണ്. അങ്ങനെ ജീവിച്ച മാർട്ടിൻ സെലിൻ ദമ്പതികളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നൽകിയ വിശുദ്ധ കൊച്ചുത്രേസ്യ സ്നേഹത്തിന്റെ കുറുക്കു വഴിയല്ലാതെ പിന്നെ ഏത് കുറുക്കു വഴിയിലൂടെയാണ് സ്വർഗം സ്വന്തമാക്കുന്നത്?
നമുക്ക് മുമ്പേ നടന്നു നീങ്ങിയ വിശുദ്ധർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്നേഹം വിളഞ്ഞു നിൽക്കുന്ന ഇടമാക്കി നമ്മുടെ കുടുംബത്തെ നാം രൂപപ്പെടുത്തണമെന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരവധി കുടുംബങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നാം കണ്ടുമുട്ടും. അതിൽ സക്കേവൂസ് ദൈവത്തിന്റെ സ്നേഹം അറിയാതെ ലോകത്തിന്റെ സ്നേഹത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചവനാണ്. ധാരാളം കുറവുകൾ, ബലഹീനതകൾ, പരിമിതികളുള്ള കുള്ളനായവൻ. ഞാനും നിങ്ങളും ഒക്കെയുണ്ട്. മാണിച്ചേട്ടൻ ക്ലാസിന്റെ സമയത്ത് ഓർമ്മപ്പെടുത്തിയതുപോലെ നാം എത്രമാത്രം പാപത്തിന്റെ അങ്ങേ അറ്റത്ത് വീണ് നിൽക്കുകയാണെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട്, കരുതുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ആ വീട്ടിൽ കടന്നു ചെന്ന് അവരോടൊപ്പം ഭക്ഷണമേശയിൽ ഭക്ഷണം കഴിച്ച് ആ സ്നേഹത്തിന്റെ സാന്നിധ്യം അവിടെ അങ്ങനെ നിൽക്കുമ്പോ ആ സക്കേവൂസിന്റെ ജീവിതം, ആ കുടുംബനാഥന്റെ ജീവിതം പ്രകാശമാവുകയാണ്, ദൈവസ്നേഹത്താൽ തെളിയുകയാണ്. സക്കേവൂസിന്റെ ജീവിതം, കുടുംബത്തിന്റെ ജീവിതം മാറി. അന്ന് വരെ വിലയുള്ളതായി കരുതിയ, മൂല്യമുള്ളതായി കരുതിയ സമ്പത്തിനെ നഷ്ടപ്പെടുത്തുകയാണ്. അവരുടെ കുടുംബം ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് ആഴപ്പെടുകയാണ്. നീയും നിന്റെ കുടുംബവും ഇന്ന് രക്ഷ പ്രാപിക്കൂ എന്ന് യേശുനാഥൻ പറയുകയാണ്. കിണറ്റിൻകരയിൽ ആരുമില്ലാത്തപ്പോ വെള്ളം കോരാൻ വരുന്ന സമറിയക്കാരിയായ സ്ത്രീ, ആ സ്ത്രീയും ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്ന് ജീവിച്ചു പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം ആ സ്ത്രീയുടെ ജീവിതത്തെ ആഴത്തിൽ തൊട്ട് സുഖപ്പെടുത്തുന്നത് നമുക്ക് കാണാനാകും. വിശുദ്ധ യേശുവിന്റെ കണ്ണുകളിലൂടെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ 3-ാം വോളിയത്തിൽ ഒരു കാര്യമുണ്ട്. ഞാൻ പലതവണ വായിച്ചതാണ്. എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ഒരു സംഭവമാണ്. ഈ പുസ്തകം യേശുവിന്റെ കണ്ണുകളിലൂടെ, യേശുവിന്റെ ഹൃദയവിചാര വികാരങ്ങളിലൂടെ യേശുവും ശിഷ്യന്മാരുമായിട്ടുള്ളൊരു യാത്ര നമുക്ക് പങ്കുവെച്ചു തരുന്നതാണ്. 3 വോളിയമുണ്ട്. യേശുവിന്റെ കണ്ണുകളിലൂടെ എന്നാണ്. അലൻ എമസ് ആണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ്. അതിന്റെ 3-ാമത്തെ വോളിയത്തിൽ ഇപ്രകാരം ഈശോ തന്റെ പീഡാനുഭവത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങുന്ന യാത്രയിൽ പലപ്പോഴും വഴിവക്കിൽ കിടന്നുറങ്ങുന്നു യേശു ശിഷ്യന്മാരും. ചില വീടുകളിൽ കിടന്നുറങ്ങുന്നു. പലപ്പോഴും യേശുവിനെ പരിചയമുള്ള ആളുകളുടെ ഭവനങ്ങളിൽ കൊണ്ടുപോയി സ്വീകരിക്കുന്നു. അങ്ങനെ ധാരാളം വീടുകളിൽ ചെന്ന് ആ വീടുകളിലെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ യേശു ക്രിസ്തു ഇടപെടുന്നത് കാണാം. ഇതിനു മുമ്പ് 2-ാമത്തെ വോളിയത്തിൽ ഒരു വീട്ടിൽ അവർ ചെല്ലുന്നു. ആ വീട്ടിന്റെ കൃഷിപ്പണികൾക്കൊക്കെ യേശുവും ശിഷ്യന്മാരും സഹായിക്കുന്നു. ആ വീട്ടിൽ പ്രായമായൊരു വൃദ്ധനുണ്ട്. ആ വൃദ്ധനെ ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ച് ഒരുക്കി അവരവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ആ വൃദ്ധൻ മരിക്കുകയാണ്. അപ്പൊ ഈ സംഭവത്തിൽ അവർ ഒരു പിറ്റേ ദിവസം, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈശോ കുരിശും വഹിച്ചു പോകുന്ന ആ വഴിയുടെ വക്കിൽ ഈശോയും ശിഷ്യന്മാരും താമസത്തിന് അവിടെ സ്ഥലം കണ്ടെത്തി. യൂദാസ് ഏറ്റവും പറ്റിയ ചൂട് കിട്ടുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം തീയുടെ അടുത്തായിട്ട് കണ്ടുപിടിച്ചു. തീയൊക്കെ കൂട്ടി അവരിയ്ക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ഒരു അമ്മയും കഴുതപ്പുറത്ത് വരികയാണ്. അപ്പൊ ഈ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, ഒച്ചയെടുക്കുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഈ മകളുടെ ഭർത്താവിനെ, ആ സ്ത്രീയുടെ മകളുടെ ഭർത്താവിനോട് ഭയങ്കര രൂക്ഷമായിട്ട് സ്നേഹമില്ലാതെ ഇടപെടുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്, പരാതി പറയുകയാണ്. അപ്പൊ ശിഷ്യന്മാർക്കൊക്കെ ആകെപ്പാടെ ഒരു അസ്വസ്ഥത തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ നിന്ന് അവർക്ക് സ്ഥലം കൊടുത്തു, ഇവരുടെ ഭക്ഷണം അവർക്ക് പങ്കുവെച്ചു. ഇതിനിടയിൽ അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നു. ഇതിനിടയിൽ ഈശോ ഈ മകളെയും ഭർത്താവിനെയും മാറ്റി നിർത്തി പ്രയാസങ്ങൾ ചോദിക്കുകയാണ്. ഈ പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോ ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചപ്പോൾ മുതലാണ് ഈ പ്രയാസങ്ങളിലേക്ക് കടന്നു വന്നതെന്ന് പറയുകയാണ്. ആ സമയത്ത് ഈ മകള് കരയുകയാണ്, മകളുടെ ഭർത്താവ് കരയുകയാണ്. ഈ കരച്ചിൽ കേട്ട് അമ്മ ഓടി വന്ന് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് യേശു ക്രിസ്തു ഈ അമ്മയുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് അമ്മയെ, തൻ്റെ ജീവിതത്തിൽ ലഭിക്കാതെ പോയ സ്നേഹം മുഴുവൻ നൽകി അമ്മയെ മാറ്റുകയാണ്. അവസാനം ഈ അമ്മ പൊട്ടിക്കരഞ്ഞ് ഈ മകളെയും മരുമകനെയും കെട്ടിപ്പിടിച്ച് കുറെ നേരം നിന്ന്. അപ്പൊ ഈശോയും ശിഷ്യന്മാരും ആ രംഗത്ത് നിന്ന് അവിടെ നിന്ന് മാറുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊരു കുടുംബത്തിന്റെ പശ്ചാത്തലമാണ്. നമ്മുടെ കുടുംബവും സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യണം. ഏതാനും ചില നമുക്ക് ചെയ്യാവുന്ന ചില ചിന്തകൾ പങ്കുവെച്ച് നമ്മൾ ഏതാനും സമയം പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, നമ്മുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ജീവിത പങ്കാളികൾ
പരസ്പരം സ്തുതി ചൊല്ലി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ടോ? സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണിത്. ഈശോ കാലിൽ ചുംബിച്ചു. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. കാലിലൊന്നും കൊടുക്കണ്ട. നമ്മുടെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിയുടെ കവിളിൽ ഉമ്മ കൊടുക്കാൻ തക്കവിധം നമ്മുടെ കുടുംബത്തെ സ്നേഹത്തിന്റെ രൂപത്തിലേക്ക് നാം വളർത്തേണ്ടതുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ പപ്പയിൽ നിന്നും മമ്മിയിൽ നിന്നും ഞാൻ അങ്ങനെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ ശുഭമൊക്കെ പോയി സ്തുതിയെല്ലാം ഉമ്മ കൊടുക്കും. പക്ഷെ മമ്മി പപ്പയ്ക്ക് കൊടുക്കുന്നതോ പപ്പ മമ്മിക്ക് സ്തുതിയൊക്കെ കൊടുക്കും, ഉമ്മ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ കണ്ടത് മമ്മി ഡാഡി മരിച്ചു കഴിഞ്ഞ് മമ്മി ഉമ്മ കൊടുക്കുന്നതാണ്. അവര് കിടന്നുറങ്ങുന്ന സ്വകാര്യമായ റൂമിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ഞാൻ പോയി താമസിച്ച ഒരുപാട് പ്രാർത്ഥനയുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ സന്ധ്യ കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന്, ഞാനൊക്കെ ചെറുപ്പമുള്ള സമയമാണ്, ആ സമയത്തും അവരും നമ്മുടെ എല്ലാം മുമ്പിൽ നിന്ന് അവർ പരസ്പരം സ്തുതിയല്ലി ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടു വളർന്നു. ധാരാളം വീടുകളിൽ അങ്ങനെ പോകാൻ ഇട വന്നു. അതുകൊണ്ട് ഇന്ന് എൻ്റെ കുടുംബത്തിലും മക്കളുടെ മുമ്പിൽ നിന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ചേർത്ത് പിടിച്ച് സ്തുതിയല്ലി ഉമ്മ കൊടുക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കാൻ ദൈവം കൃപ തന്നു. അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാനും ഭാര്യയും പരസ്പരം സ്തുതിയല്ലി ഉമ്മ കൊടുക്കും. മക്കൾ എല്ലാവരും ഒന്ന് സ്തുതിയല്ലി ഉമ്മ തരും. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ അപ്രകാരം പ്രാർത്ഥിച്ച് സ്തുതിയല്ലി ഉമ്മ കൊടുത്തു വിടും. സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ മക്കൾ ആദ്യമേ ചെയ്യുന്നത് ഇത് തന്നെയാണ്. സന്ധ്യയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയിലും സ്തുതിയല്ലി പരസ്പരം ഉമ്മ കൊടുക്കും, കിടക്കാൻ പോകുന്നതിന് മുമ്പും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം സ്നേഹത്തിന്റെ വിളനിലമായി മാറണം. നമ്മളിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക് കരകവിഞ്ഞൊഴുകണം. നമുക്ക് ഏതാനും സമയം